കർത്താവിനെ ആരാധിക്കാനായിട്ട് ഈ ഭൂമിയിൽ യേശു ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുക. വളരെ വേഗം കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുവരാം. പരിശുദ്ധാത്മാവ് ഇന്ന് വിവിധ നിലകളിൽ നമ്മളോട് സംസാരിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്നാണ് ഇന്ന് ധ്യാനിക്കുന്നത്. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 1 1-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അത് ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വച്ചിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട 3 തിരുവെഴുത്തുകളാണ് ഇന്ന് വായിച്ചു കേട്ടത്. അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ഈ ദൂതിനെ വിവരിച്ചു തീർക്കുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. പരിശുദ്ധാത്മാവ് ഇന്ന് വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. പൗലോസിനാൽ ഉരുവായ സഭയാണ് കൊരിന്തിലെ സഭ. കൊരിന്തിലെ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സാധാരണ സഭ പോലല്ല, ഒരു കൃപാവരത്തിനും കുറവില്ലാത്തൊരു സഭയാണ് കൊരിന്തിലെ സഭ. പല സഭകളും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അന്യഭാഷാപരം ലഭിച്ചു കഴിഞ്ഞാൽ അവിടം കൊണ്ട് അവരുടെ മിനിസ്ട്രി തീരും. അങ്ങനല്ല, സഭ കൃപാവരത്തിലേക്ക് പോകണം. അങ്ങനെ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭ. ഞാൻ തുടക്കത്തിലെ ഒരു കാര്യം പറയാം. പുതിയ കൃപ പ്രാപിക്കാൻ എളുപ്പമാ, പ്രാപിച്ച കൃപ നിലനിർത്താൻ ഭയങ്കര പ്രയാസ. സ്തോത്രം. വീണ്ടും ഞാൻ പറയാം, ചിലർ പറയും എനിക്ക് ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണം, ആഗ്രഹം നല്ലതാണ്. പക്ഷേ അതിനേക്കാൾ വലുതാണ് നിങ്ങൾ കൃപയിൽ നിലനിൽക്കുന്നത്. ഒരു കാലത്ത് വലിയ ശുശ്രൂഷ ഉണ്ടായിരുന്ന പലരും പരാജയപ്പെട്ട് നിലംപരിചാകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശുശ്രൂഷയിൽ നിലനിൽക്കാൻ വലിയ പ്രയാസമാണ്. അതിന് സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വേണം. ഇവിടെ പൗലോസ് കൊരിന്തിലെ സഭയിൽ നമുക്ക് അവിടെ പഠിക്കാൻ കഴിയുന്നുണ്ട്. ഏകദേശം 10-18 മാസം അവിടെ പാർത്ത് പൗലോസ് ശുശ്രൂഷിച്ചു. ആ സഭ വേറൊരു ലെവലിലേക്ക് വളർന്നു പൊങ്ങി. എന്നിട്ട് പൗലോസ് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയപ്പം സഭയ്ക്കകത്ത് ചില പക്ഷം പിടുത്തം ആരംഭിച്ചു. സ്തോത്രം. ചിലർ അപ്പല്ലോസിൻ്റെ പക്ഷം, പൗലോസിൻ്റെ പക്ഷം, കേഫാവിൻ്റെ പക്ഷം, ക്രിസ്തുവിൻ്റെ പക്ഷം. ഇങ്ങനെ പക്ഷം പിടിച്ചവരോടും അരുതാത്ത ചില പ്രവൃത്തി, കുടുംബജീവിതങ്ങൾക്കകത്ത് ഒക്കെ ഉണ്ടായ ചില അശുദ്ധിയെ, ദൈവത്തിന് ഭിന്നതയൊക്കെ പൗലോസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 1-ാം ലേഖനം കൊരിന്തിലെ സഭയ്ക്ക് എഴുതി. കുറച്ച് നാളുകൾ കഴിഞ്ഞ് വീണ്ടും 2ാമതൊരു ലേഖനം എഴുതി. അതിനകത്ത് പൗലോസിന്റെ ശുശ്രൂഷയിൽ വെളിപ്പെട്ട ചില അനുഭവങ്ങളെ കൂടെ കൊരിന്തിലെ സഭയോട് പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പൗലോസ് പറയുകയാണ്, ആസിയയിൽ ഞങ്ങൾക്ക് നേരിട്ട കഷ്ടം നിങ്ങൾ അറിയാതിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ആസിയയിൽ ഞങ്ങൾക്ക് നേരിട്ട കഷ്ടം നിങ്ങൾ, സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയണം ആസിയയിൽ വെച്ച് എന്താ ഉണ്ടായെന്ന്. അതൊക്കെ ചരിത്രം വിവരിക്കാൻ സമയമില്ല. കാരണം അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം എപ്പോഴേലും വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അതാണ് ആസിയയിൽ ഉണ്ടായ കഷ്ടം എന്ന് പറഞ്ഞാൽ. താഴോട്ടുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പം പൗലോസിനെ നിരാശ കയറി പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. മരിക്കുമോ എന്ന് ഭയപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. അതാ കൊരിന്ത്യർക്ക് 1-ാം ലേഖനം പൗലോസ് എഴുതിയപ്പം എഫെസോസിൽ വെച്ച് ഞാൻ മൃഗയുദ്ധം നടത്തിയെന്നൊക്കെ എഴുതിയേക്കുന്ന സംഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോസ്തല പ്രവൃത്തി 19 എപ്പോഴേലും വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കുമ്പോൾ കാണാം, ആ പട്ടണത്തിൽ വലിയ കലഹവും ഉണ്ടായി. പൗലോസിനെ അവർ തടവറയ്ക്കകത്ത് ഒതുക്കിക്കളയാൻ ശ്രമിച്ചു. പക്ഷെ പൗലോസ് പറയുകയാണ്, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. ഇന്ന് 2 സന്ദേശമാണ് പറയാൻ പറ്റുക. 1, കഷ്ടങ്ങളിൽ നിന്ന് നിനക്ക് വിടുതലുണ്ട്. 2, ചില അന്ധകാര ശക്തികളിൽ നിനക്ക് വിടുതലുണ്ട്. അടുത്തിരിക്കുന്ന കൈ കൊടുത്തേച്ച് പറ, നിനക്ക് വിടുതലുണ്ടെന്നൊന്ന് പറ. ഒന്ന് ചിരിച്ചോണ്ട് പറ, നിനക്ക് എന്തോ ഉണ്ട്? വിടുതലുണ്ട്. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും?
എന്നെ കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, ആർക്കും വിടുവിക്കാൻ കഴിയാത്ത പ്രതിസന്ധി വന്നാലും നിന്നെ ദൈവം വിടുവിക്കും. ഓ ഹല്ലേലൂയ. ഇന്ന് കണ്ടോ, കുഞ്ഞുങ്ങൾ നിരന്ന് നിന്ന് വാക്യം പറഞ്ഞപ്പം എൻ്റെ ഉള്ളം തുള്ളി. അതിൻ്റെ കാരണം എന്നാ? മാതാപിതാക്കൾ എത്ര ട്രെയിനിങ് കൊടുത്താണ് ആ കുഞ്ഞുങ്ങളെ, സ്തോത്രം ഹല്ലേലൂയ, ഇവിടെ ട്രെയിൻ ചെയ്തേ. ഹല്ലേലൂയ. അവർ കണ്ടോ, ജനത്തിന് മുമ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു മോള് വാക്യം പറഞ്ഞപ്പം ഒരു വാക്ക് വിട്ടുപോയി. പക്ഷേ ആ വാക്യം 5 പ്രാവശ്യം കാണാതെ പറയാൻ അവൾക്ക് കഴിവുള്ളവളാണ്. വിട്ടുപോകാൻ കാര്യം എന്താണെന്നറിയോ? നിങ്ങളെ ഇത്രയും ആൾക്കാർ മുമ്പിൽ നിന്നപ്പം അവൾക്കൊരു ചെറിയ പേടി, സ്തോത്രം. പക്ഷെ നിങ്ങൾ നോക്കിയോ, ആ പേടിച്ചവരും വാക്യം പറഞ്ഞവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ ആരാവും നോക്കിയോ? ഒരു ആമയും പറഞ്ഞാട്ടെ. ഓർത്തോണം, നിന്റെ കുഞ്ഞിന് നീ 10 കോടി ബാങ്കിൽ ഇടുന്നേക്കാൾ നല്ലതാ കുഞ്ഞിനെ ഒരു വാക്യം പഠിപ്പിക്കുന്നേ. മനസ്സിലായവർക്കായി. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ വൃദ്ധനായാലും അത് വിട്ടുമാറത്തില്ല. നമുക്ക് വാക്യത്തിലോട്ട് വരാം. പൗലോസിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ഇന്ന് ഞാൻ തിരുവല്ലായിൽ സ്തേഫാനോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞെന്നാണ് പ്രസംഗിച്ചേ. അപ്പം ഞാൻ അവിടെ ഒരു പദം പറഞ്ഞു, അതിവിടെയും പറയണമെന്നാണ് വിചാരിച്ചായിരിക്കുന്നത്. ചിലർ പറയും, പാസ്റ്ററെ ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. നല്ല കാര്യം. തിരിച്ചൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചതാണോ അതോ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ പോവാണോ? പരിശുദ്ധാത്മാവിന് നിങ്ങളെ കിട്ടുമോ? നിങ്ങൾ പറയുന്ന പോലെ പരിശുദ്ധാത്മാവ് ചെയ്യുമല്ല, പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ നമ്മൾ ചെയ്യണം. ഒരാമയും പറഞ്ഞാട്ട്. എന്നെ പരിശുദ്ധാത്മാവിന് കിട്ടും, വെള്ളിയാഴ്ചയും കിട്ടും, ഞായറാഴ്ചയും കിട്ടും, 2 മണിക്കൂർ. വേറെ ഒന്നും എന്നെ കിട്ടത്തില്ല, ബാക്കി ഞാൻ ഫുള്ള് ബിസിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേ, ജഡതലം വിട്ട് ഒരുവൻ ആത്മതലത്തിലേക്ക് കയറണം. നിങ്ങൾക്കറിയാം പൗലോസ് എന്തെല്ലാം പീഡ സഹിച്ചു. പൗലോസിൻ്റെ ലേഖനങ്ങൾ പഠിച്ച് ഒരു പരാതിയില്ലാത്ത മനുഷ്യൻ. എന്തുവാ? കരയിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, പലവട്ടം അടി, പലവട്ടം പൈതാകം, പലവട്ടം കരയിലെ ആപത്ത്, ഇങ്ങനെ പൗലോസ് പറയാം, ഒരു പരാതി ആ മനുഷ്യന് അല്ല. കാരണം എന്നാ? പുള്ളി ഒരു പായ്ക്കപ്പല് പോലെ പുള്ളിയെ പരിശുദ്ധാത്മാവാ നയിക്കുന്നത്. ഞാനൊരു ദൂത് പറയാൻ, രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഒരു ദൈവവൈദ്യനെ നയിക്കേണ്ടത് ബുദ്ധിയല്ല, കഴിവല്ല, പ്രവചനമല്ല, പരിശുദ്ധാത്മാവ. അടുത്തിരിക്കുന്നതാണ് തൊട്ടേച്ച് പറയാം, നിന്നെ പരിശുദ്ധാത്മാവ് നടത്തട്ടെന്ന് പറ. ഞാൻ ഇനി ഒരു വെളിപ്പാടൂടെ നിന്നോട് പറയാം. ഈ വാക്യത്തിലോട്ട് കയറുന്നതിന് ഒരു വെളിപ്പാട് നിന്നോട് പറയാം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരാളെ നമ്മൾ ധാരാളം പ്രവചന ശബ്ദങ്ങൾ കേൾക്കും. നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് വലുതാക്കും, നിന്റെ പേര് ഭൂമിയിലെ മഹാന്മാരുടെ പേര് പോലെയാക്കും, യോശുവയെ പോലാക്കും, മോശയെ പോലാക്കും, ദാവീദിനെ പോലെ. ഇതെല്ലാം പ്രവചന, കള്ളമല്ല കേട്ടോ. പ്രവചന. പക്ഷേ അവിടെ എത്താത്ത എന്നാന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയാം, ആ ദൂതിൽ എത്തണമെങ്കിൽ നീ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. 150 സങ്കീർത്തനം വേദോസത്തിനുണ്ട്. 1-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. ദുഷ്ടന്മാരുടെ എന്ന് പറഞ്ഞാൽ നിന്റെ ആലോചനക്കാരൻ ദുഷ്ടനാകരുത്, നിന്റെ ആലോചനക്കാരൻ പരിശുദ്ധാത്മാവായിരിക്കണം. എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിങ്ങളെ ആര് നടത്തണം? ഒരു ദൈവവൈദ്യന്റെ തൻ്റെ ഇടം പറയാം, 1000 പേര് നിനക്കെതിരെ എഴുന്നേറ്റാലും നിന്നെ പരിശുദ്ധാത്മാവ് നടത്തിയാൽ നിന്റെ എതിരാളി മുട്ടുകുത്തും. ഓ ഹല്ലേലൂയ. ഒരു ദൈവവൈദ്യന്റെ തൻ്റെ ഇടം എന്നാന്നറിയാവോ? അവൻ പരിശുദ്ധാത്മാവിൽ. ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? ദൈവത്തിന് സ്തോത്രം. അടുത്തിരിക്കുന്ന ആളൊന്ന് കൈ കൊടുത്തേച്ചോടാ, നിന്നെ പരിശുദ്ധാത്മാവ് നടത്തുമെന്ന് പറ. ഞാനിവിടെ നിന്നോണ്ടൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ പൗലോസ് പറയാം, ആസിയിൽ എനിക്കുണ്ടായ കഷ്ടം ഭയങ്കരമാണ്, അത് നിങ്ങൾ അറിയാതിരിക്കരുത്. എന്നിട്ട് പൗലോസ് പറയാം, ഈ ബൈബിളിൽ ഒരു സന്ദേശം പറയാം, ഒരുവന് കഷ്ടമുണ്ടായാൽ ദൈവം കൈവിടുവല്ല. ബൈബിളിൽ പറഞ്ഞ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാ. ഒരാമീൻ പറഞ്ഞാട്ടെ. ചില കഷ്ടം വരുമ്പോൾ കർത്താവ് കൈവിട്ടതല്ല, ഞാൻ കൂടണ്ടാ. ആ അർത്ഥമാ യേശു നിന്നെ കൈപിടിച്ച്. ബൈബിളിലെ സത്യമായി വാക്കിക്കൊണ്ട് 6 കഷ്ടങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കും. അടുത്ത പറയാം 7-ാമത്തെ തിന്മ. ഇന്ന് എന്തോ ദൈവാത്മാവിനോട് പറയാം, നിന്റെ കഷ്ടത്തിൽ നിന്നൊരു വിടുതലുണ്ട്, നിന്റെ പരാജയത്തിൽ. ഓ നന്ദി കർത്താവേ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചിലരെ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കട്ടെ ദൈവം. ചിലരുടെ അകത്ത് നിങ്ങൾക്കറിയാമോ, പൗലോസ് പറയുകയാണ്, സ്തോത്രം, ഞങ്ങളെ നിരാശ കയറി പിടിച്ച്. എന്തോ പിടിച്ചു? നിരാശ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഒരു കാരണവശാലും ഒരു ദൈവവൈദ്യനെ നിരാശ കയറി പിടിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയോ, നിങ്ങൾ ഇന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാം? നിങ്ങളുടെ അകത്ത് പ്രത്യാശ ഉള്ളതുകൊണ്ടാണ്. പ്രശ്നമല്ലോണ്ടല്ല, പ്രത്യാശ ഉള്ളതുകൊണ്ടാണ്.
ഇനി ബൈബിൾ നോക്കിയേ, ഈ ബൈബിൾ നിങ്ങൾ പഠിക്കണം. പ്രത്യാശ ഇല്ലാത്തവന് പ്രത്യാശ തരുന്നതാ ബൈബിൾ. ദൈവത്തിന് അബ്രഹാമിന് ഒരു പ്രത്യാശയില്ല നിൽക്കുമ്പോഴേ ദൈവം വിളിച്ചു പറഞ്ഞു, കണ്ണ് തുറന്ന് നോക്ക്, ആകാശത്തിലെ നക്ഷത്രത്തെ കണ്ടോ, പൂഴിമണ്ണി വാരിച്ചു പറഞ്ഞു, മണൽത്തരി കണ്ടോ, ഇതുപോലെ നിന്റെ സന്തതിയാവും. പ്രത്യാശ കൊടുക്കുക. ഇന്ന് നിന്നെ ഇവിടെ കൊണ്ടിരുത്തിയത് സാഹചര്യത്തെ ജയിക്കുന്ന ഒരു പ്രത്യാശ. ഓ ഹല്ലേലൂയ. നീ ഒത്തിരി ഭാരത്തോടെ ഇന്ന് യോഗത്തിന് വന്ന് തിരിച്ചു പോകുന്നത് ജീവനുള്ള പ്രത്യാശയോടാ. എന്താ കാര്യം? എത്ര വലിയ പ്രോബ്ലത്തെയും ഞാൻ പരിഹരിക്കപ്പെട്ടിരിക്കും. അതിന്റെ കാരണം ഞങ്ങളുടെ അകത്ത് എന്തുണ്ട്? ഞാനൊരിക്കലും ഒത്തിരി കടബാധ്യതയുള്ളൊരു മനുഷ്യനോട് സംസാരിക്കുക. അയാൾക്ക് ഭയങ്കര കടബാധ്യതയാണ്. അപ്പം പലരും എന്നോട് അറിയാം ഭയങ്കര പരാജയത്തിൽ നിൽക്കുക. അപ്പോൾ പുള്ളിക്കാരോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, അച്ഛാ പേടിക്കണ്ടേ, കടമൊക്കെ മാറും കേട്ടോ. അപ്പോൾ പുള്ളി എന്നോട് പറയാം, പാസ്റ്റേ ആണുങ്ങളായ ഇച്ചിരി കടമൊക്കെ കാണും, ആണുങ്ങളായ ഇച്ചിരി. അപ്പം ഞാൻ പുള്ളിയെ തുറിച്ച് നോക്കുമ്പോൾ പുള്ളി പറയാം, ടാറ്റായ്ക്കും ബെർലായ്ക്കും വരെ കടമുണ്ടെന്ന്. പുള്ളി മിണ്ടുന്നില്ല. നമുക്കാന്ന് ഇച്ചിരി കടം കയറിയാനേ നമ്മളിപ്പോൾ ഇങ്ങനെ നിരാശപ്പെട്ട് തല കുണിച്ച് ഇനി ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ഒരു പുള്ളി വെടിവെച്ച് ചത്ത. എന്തോ നീ ചത്തതാ? ഏറ്റവും വലിയ കോടീശ്വരൻ ബിൽഡിങ്ങിനെ മടങ്ങുന്നത് താഴോട്ട്. പ്രത്യാശയില്ലാത്തതുകൊണ്ടാ. നിങ്ങൾക്കറിയാം, അതിനെക്കാട്ടി വലിയ പ്രോബ്ലം നിനക്ക് വന്നിട്ടും നീ തകരാത്തത് എന്താ? നിന്റെ അകത്ത ജീവൻ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എന്നെ കൂടെ നിങ്ങൾ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയാ, അതുകൊണ്ട് നിങ്ങൾ വർത്താനം പറയണം എന്നോട്. ഞാൻ ചോദിക്കുന്ന ചോദ്യം ചോദിക്കട്ടെ. കോടികൾക്കാണോ വില, പ്രത്യാശയ്ക്കാണോ വില? പറ. പണത്തിനല്ല വില, പ്രത്യാശയ്ക്കാ വില കേട്ടോ. ആരും നിന്നെ തകർക്കാൻ വന്നാലും നിന്റെ അകത്തെ പ്രത്യാശ ജീവനുള്ള പ്രത്യാശ. വല്ല മനസ്സിലായോ? അപ്പൊ ഓരോ യോഗത്തിനകത്തും നിരാശകൾ പൊട്ടണം. ഒരാമയും വരുന്നില്ല. നിങ്ങൾക്കറിയോ, ഈ നിരാശ പൊട്ടണം എന്നുള്ളത് ബൈബിളിലെ ഏറ്റവും ശക്തമായ വാക്യം കേട്ടോണേ സ്വതന്ത്രം. എസെക്കിയേൽ 37 ഇസ്രായേലിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു ചരിത്രമുണ്ട്. അവിടെ ഒരു വാക്യമുണ്ട്, ഞാൻ നിന്റെ ശവക്കല്ലറ തുറന്ന് അതിൽ നിന്ന് നിന്നെ പുറത്തെടുക്കും. ഞാൻ നിന്റെ എനിക്കൊന്ന് എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായം 13-ാമത്തെ വാക്യ. ഹല്ലേലൂയ. എസെക്കിയേൽ 37:13. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ. നിങ്ങൾ ശ്രദ്ധിക്കണം അർത്ഥം. ഇന്ന് യോഗം കഴിഞ്ഞ് സെമിത്തേരി കർത്താവ് വന്ന് ചത്ത് കിടക്കുന്നതിന് എഴുന്നേൽപ്പിക്കുമെന്നല്ല, ഈ നിരാശയാ കാണിക്കുന്നത്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നിനക്ക് ജീവൻ ഉണ്ടെന്ന് പേരുണ്ടെങ്കിലും നീ എന്തുവാ, മരിച്ചവനാ എന്ന് പറഞ്ഞാൽ. നിങ്ങളുണ്ടോ, നമ്മൾ ചില തുണിക്കടയിൽ ചെല്ലുമ്പോഴേ നല്ല അടിപൊളി ജീൻസും ടീഷർട്ടും ഇട്ട് ഒരു പുള്ളി ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുക. എന്തിനാ? നമുക്ക് കൈ തരാനാ. സ്തോത്രം. നമ്മൾ ഇന്ന് കൈ കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇതെന്തുവാ. ചിലർ ഭയങ്കര ഒറിജിനാലിറ്റിയാ, അതുപോലെ ഇരിക്കും, ചിരിക്കുന്ന പോലെ ഒക്കെ ഇരിക്കും. കൈ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞ പോലെ. ചിലരെ ഈ കടക്കാരൻ രാവിലെ ഇതിനെടുത്ത് വെളി വെക്കും, വൈകിട്ട് പൊടിയെല്ലാം അടിച്ച് തുടച്ച് അകത്ത് കെട്ടി വെക്കും. പിറ്റേ ദിവസം രാവിലെ ഒരു ജുബായും ഈ ഡ്രസ്സ് മാറുന്നേ ഉള്ളൂ. ആളിന് വലിയ മാറ്റമൊന്നും. ഇന്നലെ ജീൻസ് ആയിരുന്നു, അഡീഡാസിന്റെ ടീഷർട്ട് ആയിരുന്നു, ഇന്നത് മാറിയിട്ട് അടിപൊളി വെള്ള ജുബ. നാളെ ഇത് മാറ്റിയിട്ട് നല്ല ചുമന്ന വട്ടക്കടുത്തൻ ടീഷർട്ട്. പിന്നെ ദിവസം രാവിലെ ഒരു സൂട്ട് ഇട്ട് നിൽക്കുക. ഇങ്ങനെ നിപ്പിത് എല്ലാം ഒരുപോലെ, പക്ഷേ ഡ്രസ്സ് മാറുന്നേ ഉള്ളൂ. ഇതുപോലെ ചിലരെ വണ്ടിയെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി വെക്കും, യോഗം കഴിയുമ്പോൾ എടുത്തുകൊണ്ട് പോകും. ഓരോ ആഴ്ച ഡ്രസ്സ് നിങ്ങളാരും വേണ്ടുന്നില്ല, അനക്കമില്ല. അർത്ഥം എന്നാണെന്നറിയോ? പറയാ, ഈ ശവക്കല്ലറ തുറന്നെടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ അകത്തെ നിരാശയാണ്. നിങ്ങൾക്കറിയാം, സാത്താന്റെ തന്ത്രങ്ങളിൽ ഏറ്റവും വലിയ തന്ത്രം നിന്നെ നിരാശ കൊണ്ട് ബന്ധിക്കുന്നതാ. ആ നിരാശ ഇന്ന് പൊട്ടണമെങ്കിൽ നിന്റെ അകത്തെ ജീവനുള്ള ഹല്ലേലൂയ. ഇന്നിവിടെ ഉയരേണ്ടത് പ്രത്യാശയാണ്, ജീവനുള്ള പ്രത്യാശ. ഈ പ്രത്യാശ ഉണ്ടെങ്കിൽ ഒരു ഗുണം. ഈ സങ്കീർത്തനക്കാരൻ ചോദിക്കുന്ന ഒരു വാക്യം 42-ാം സങ്കീർത്തനം, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? യഹോവയെങ്കിൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്ക, അവന്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പൊ അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്ത് വെച്ചാൽ പ്രത്യാശ ഉള്ളവനായിരിക്കണമെന്ന് പറ.
ഞാൻ നിങ്ങളോട് പറയാം, ഏത് പ്രശ്നം നിനക്കുണ്ടെങ്കിലും, ഈ ഫിലിപ്പിയ ലേഖനത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു കേൾപ്പിക്കാം. അതെൻ്റെ ഈ മെസ്സേജിനകത്തില്ല, പക്ഷെ ഇപ്പൊ എന്നോട് കർത്താവ് അത് പറയണമെന്ന് പറയുന്നുണ്ടാ. എൻ്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും, ബാക്കി പറയാം, തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ. ഇനി ഞാൻ നിന്നോട് പറയാം, നിന്റെ കാര്യം ആരിടപെട്ടാൽ തീരുന്നതിനും നന്നായിട്ട് യേശു ഇടപെട്ടാൽ തീരും. ആ വാക്യം പഠിക്കണേലേ എനിക്ക് മനസ്സിലാകാത്ത കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്. 10-30 വർഷത്തിലധികം ഞാൻ ഈ പ്രസംഗിക്കാനും പ്രസംഗം കേൾക്കാനും തുടങ്ങിയിട്ട് എനിക്ക് എൻ്റെ അകത്ത് കുറച്ച് ചോദ്യമുണ്ട്. അതിന് നിങ്ങൾ എനിക്കൊരു മറുപടി, ജോഷി പാസ്റ്ററോ ജോണി പാസ്റ്ററോ ഇവിടെയുള്ള ആരേലുമൊക്കെ എനിക്കൊന്ന് മറുപടി തന്നെ എനിക്ക് ഒത്തിരി ആശ്വാസമാവും. ചോദ്യം പറയാൻ പോകുന്നത് പൊതുവെ ആർക്കും മറുപടി പറയാം. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കൾക്ക് വർഷങ്ങളോളം ദൈവം മന്ന പൊഴിച്ചു കൊടുത്തു. ഈ മന്ന എവിടുന്നാ കൊടുത്തേ? ഇതിൻ്റെ ഗോഡൗൺ എവിടാ? ഇപ്പൊ ഞാൻ എക്സാമ്പിൾ, പാസ്റ്റർ ലാലു ഒരു ചാക്ക് അരി കോട്ടയത്ത് നിന്ന് വാങ്ങിച്ചു. ഒരു അരിയുടെ ഒരു എക്കമ്മയുടെ പേര് പറ. വല്ല കുത്തുവിളക്കെന്നോ അങ്ങനെ ഇല്ലയോ? പവിഴം. പവിഴം. ഇപ്പൊ ഓരോരുത്തരുടെ പേര് പറയുമ്പോൾ അവരോട് വീട്ടിൽ വാങ്ങിക്കുന്ന ഏതാണ്? പവിഴം. ഒരു ചാക്ക് അരി പാസ്റ്റർ ലാലു ഒരു ചാക്ക് പവിഴം, പറഞ്ഞോട്ടെ, ഇന്നലെ പറഞ്ഞ കാര്യമാണ്, ഒരു ചാക്ക് അരി അവിടെ വാങ്ങിച്ചോണ്ട് വെച്ചു. എല്ലാ ദിവസവും അരി അവരുടെ വീട്ടിൽ ഉപയോഗിക്കും. 30 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ആ ചാക്കിനകത്ത് അരി തീർന്നു പോയി. കാരണം 30 ദിവസത്തെ ഉപയോഗം കൊണ്ട് ആ ചാക്ക് കാലിയായി. അപ്പം നമ്മുടെ എല്ലാ സിസ്റ്റം എടുക്കും തോറും തീർന്നു പോകുന്നതാണ്. ചോദ്യം, ഈ 40 ലക്ഷം പേർക്ക് മന്ന പൊഴിച്ചു കൊടുത്ത ഗോഡൗൺ ഏതാ? ഈ ദൈവം ഒരു കാര്യം തീർക്കും, അത് എവിടുന്ന് വരുന്ന ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ദൈവപ്രവൃത്തി ഇല്ലെന്ന് നാട്ടുകാർ പറയുന്നതിൻ്റെ രഹസ്യം. പക്ഷെ പ്രാർത്ഥിക്കുന്നവർ ഇപ്പം പറയാൻ തുടങ്ങി ദൈവപ്രവൃത്തി ഇല്ലെന്ന്. അല്ല, പ്രാർത്ഥിക്കുന്നവൻ ഇന്നും പറയണം, എൻ്റെ ലൈഫിൽ ദൈവപ്രവൃത്തി. നല്ലൊരാമയും പറഞ്ഞാട്ട്, നല്ലൊരാമയും പറഞ്ഞാട്ട്. ഇവിടെ ഭയങ്കര കോവിഡിൻ്റെ സമയത്ത് ഇവിടെ എല്ലാം കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഉണ്ടാക്കി ആൾക്കാർക്കൊക്കെ കഴിക്കാനായിട്ട്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. രാവിലെ പഞ്ചായത്തിൻ്റെ ലോറി വരും, പച്ചക്കറി സാധനങ്ങളെല്ലാം അരിയെല്ലാം കയറ്റി ഒരു 100-100 ജോലിക്കാർ മാസ്ക് ഒക്കെ വെച്ച് അപ്പം കറി ഉണ്ടാക്കുക. രാവിലെ നല്ല ചപ്പാത്തിയും കടലക്കറിയും, ഉച്ചയ്ക്ക് നല്ല ചോറും സാമ്പാറും അവിയൽ എന്തുവാന്ന് എനിക്കറിയത്തില്ല, ഞാനങ്ങ് പറയുക. വൈകിട്ട് വിഭവസമൃദ്ധമായി. എന്നിട്ട് രാത്രി പഞ്ചായത്തിൻ്റെ അതേ വണ്ടി വരും, വേസ്റ്റ് എല്ലാം എടുത്തുകൊണ്ട് പോകാനും. പിന്നെ പഞ്ചായത്തിൻ്റെ അടുത്ത വണ്ടി വരും, 1000 പേർക്ക് കുക്ക് ചെയ്യാൻ വന്നവരെ വീട്ടിലെത്തിക്കാനും. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ചോദിക്കുകയാണേ, ഈ 40 ലക്ഷം പേർക്ക് ആഹാരം കൊടുക്കണേ, എന്തോരു വലിയ കിച്ചൺ വേണം? നമ്മുടെ ബുദ്ധി നോക്കിയാ 3 ചപ്പാത്തി വീതം ഒരുത്തന് കൊടുത്താൽ 1,20,00,000 ചപ്പാത്തി വേണം. അതിന് ഓരോരുത്തരും ഇച്ചിരി കടലക്കറി കൊടുക്കണം, എന്തോരു കടല വേണം? ഇനി ഈ 1,20,00,000 ചപ്പാത്തി കുഴയ്ക്കാൻ എത്ര എണ്ണം വേണം? പരത്താൻ എത്ര പേര് വേണം? ചൂടാൻ എത്ര പേര് വേണം? ഇത് എത്തിക്കാൻ എത്ര പേര് വേണം? ചിന്തിച്ചാൽ ഒരു അന്തവും കിട്ടത്തില്ല. നോക്കി, ഇത്രയും പേര് കുക്ക് ചെയ്തതിൻ്റെ വേസ്റ്റ് മാറ്റാൻ 100 വണ്ടി ക്യൂവിൽ വരണമല്ലോ. ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവം കൊടുത്താൽ അതിൻ്റെ വേസ്റ്റ് വരെ ദൈവമായിട്ട് തന്നെ അത് അവിടെ നിന്ന് റിമൂവ് ചെയ്തോളൂ. ഒരാമയും പറയണം. ഞാനൊരു കാര്യം, ഇതുപോലൊരു സിസ്റ്റം ലൈഫിൽ തിരിച്ചറിഞ്ഞവരായ യഥാർത്ഥ ദൈവമക്കൾ. നോക്കി, ദൈവം മന്ന കൊടുക്കുക. എല്ലാവരോടും പറഞ്ഞു അവരവരുടെ വീട്ടിൽ അവരവർ പറക്കിക്കോണം. ഇനി മന്നയുടെ ഒരു സിസ്റ്റം കൂടെ പറയാം. ഇന്ന് തന്നവൻ നാളെയും തരും, അതാ വിശ്വാസം. ഇന്ന് തന്നവൻ രാവിലെ എന്ത് ചെയ്യുന്നറിയോ? ദൈവം ഒരു മഞ്ഞുകൊണ്ട് ഒരു കോട്ടിങ് ഇടും ഈ മണ്ണിൻ്റെ മണ്ടയ്ക്ക്, മഞ്ഞുകൊണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്ന് കെസിയായും പിള്ളേരൊക്കെ വിളിച്ചപ്പോഴേ മഞ്ഞ് പെയ്തോണ്ടിരിക്കുന്ന മഞ്ഞ് പിള്ളേർ ഗ്ലാസ്സിനകത്ത് വാരി കളിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ജീസസ്. അപ്പം ഞാൻ ചോദിച്ചപ്പം എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, അത് കഴിച്ചാലും കുഴപ്പമില്ല, കാര്യം കട്ടിയായ മഞ്ഞിൻ്റെ മണ്ടയ്ക്ക് ഇപ്പം വീണ മഞ്ഞ ഡയറക്റ്റ് മേളിൽ നിന്ന് വീണ, അത് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്നെ നോക്കി, ഞാൻ ഒരു കാര്യം പറയാനാ പോകുന്നത്. ആദ്യം മഞ്ഞ് കൊണ്ടൊരു കോട്ടിങ് ഇട്ടു, അതിൻ്റെ മണ്ടയ്ക്ക് മഞ്ഞ ഇട്ടു, മണ്ടയ്ക്ക് വീണ്ടും മഞ്ഞിട്ടു. എന്തിനാ? ഇവനൊന്ന് ഉണരാൻ നോക്കിയിരിക്കുക തമ്പുരാൻ. സൂര്യൻ ഉദിച്ചു വരുമ്പം വെയിൽ തട്ടിയിട്ട് മേൽമഞ്ഞുരുകാൻ തുടങ്ങും.
അപ്പൊ നീ അനുഭവിക്കേണ്ട മന്ന പൊന്തിച്ചു വരും. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ അപേക്ഷയുണ്ട്, നിങ്ങൾ ഒറ്റ ഒരുത്തിന് മന്ന കിട്ടുമെന്ന് വിചാരിക്കരുത്. കാര്യം 8 മണിയാകുമ്പോൾ മന്ന ഉരുകിപ്പോവും. 8:30 എഴുന്നേക്കുന്ന പിള്ളേരുള്ളവരോട് ചോദിക്കണം, രാവിലെ എഴുന്നേൽപ്പിക്കുന്ന കാർഗിൽ യുദ്ധത്തെക്കാട്ടി കഷ്ടമാണ്. നിങ്ങൾക്കാർക്ക് മന്ന കിട്ടുകയല്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അതുകൊണ്ട് അതിരാവിലെ എഴുന്നേറ്റാലേ മന്ന കിട്ടത്തുള്ളൂ. പോട്ടെ, നേരം വെളുക്കുമ്പോൾ എന്താ ചെയ്യുന്നറിയോ? മന്നായും ഉരുകും, മഞ്ഞും ഉരുകും. ഇത് വയറ്റിൽ കിടന്നാ ഉരുകത്തില്ല, വയറ്റിൽ കിടന്നാ നിന്റെ ജീവനുള്ളതാണ്. പക്ഷേ രാവിലെ ഇത് ഉരുകും. എങ്ങനെ ഇന്നലെ രാത്രി നിന്റെ വീടിൻ്റെ ഫ്രണ്ട് കടന്നു, അതുപോലെ 8 മണിയാകുമ്പോൾ ഫ്രണ്ട് കിടക്കും. ഇത് ദൈവത്തിൻ്റെ സിസ്റ്റമാണ്. ഞാനൊരു ദൂത് പറയാം, നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും കുടുംബത്തിലില്ലാത്തൊരു സിസ്റ്റം നിന്റെ മേൽ ഉണ്ടാകണം. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, നിന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ. യെസ്, ചിലത് ചോദിക്കുന്നില്ല, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് നിനക്കൊരു മടുപ്പില്ലല്ലോ? കാരണം ഞങ്ങൾക്ക് വേണ്ടി പൊഴിയുന്നൊരു കലവറയുണ്ട്. തിരിച്ചറിഞ്ഞ് ദൈവത്തിനോട് സ്തോത്രം ചെയ്യ്. ഏലിയാവിന് അപ്പം കൊടുത്ത കാക്ക ചത്തുപോയി, പക്ഷെ ബൈബിളിലെ കാക്ക ഇന്നും ചത്തിട്ടില്ല. യേശുവിന്റെ നാമത്തില് സാരാഭാത്തിലെ വിധവ അപ്പം കൊടുത്ത വിധവ മരിച്ചുപോയി, എന്നാൽ നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടവർ തീർന്നിട്ടില്ല. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ഇന്നും ഒരു ദൂത് പറയാം, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഇന്നും പൊഴിയും, ഇന്നും പൊഴിയും. നിന്റെ സന്തതിക്ക് വേണ്ടി ഇന്നും പൊഴിയുമെന്ന്. നമുക്ക് വളരെ പെട്ടെന്ന് മുമ്പോട്ട് വരാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഒരു ദേശത്ത് മുഴുവൻ ക്ഷാമമാണ്. അപ്പോൾ ഒരു വീട്ടിലെ പാത്രത്തിൽ മാത്രം മാവും ഒരു വീട്ടിലെ തുരുത്തിയിൽ മാത്രം എണ്ണയും വരുന്നു. ഇത് എവിടുന്നാ വരുന്നേ അറിയത്തില്ല. നിന്റെ വീട് ദേശത്തെ മറ്റുള്ള വീടുകളിൽ വെച്ച് വ്യത്യസ്തമാക്കാൻ ദൈവത്തിന് കഴിയും. നിന്റെ രക്തബന്ധങ്ങളുടെ മുമ്പിൽ നിന്നെ വ്യത്യസ്തനാക്കി പറ്റും, നിന്റെ വീടിനെ വ്യത്യസ്തനാക്കി. യേശുവിൻ്റെ നാമത്തിൽ എനിക്കെന്തോ ദൈവാത്മാവ് ബോധ്യം തരിക. ആരാലും പരിഹരിക്കാൻ കഴിയാത്ത നിന്റെ പ്രോബ്ലം, നീ രോഗമുണ്ടെങ്കിലും വിടുതൽ പ്രാപിക്കും, നീ കടമുണ്ടെങ്കിലും വിടുതൽ പ്രാപിക്കും. നീ എനിക്കിന്ന് കേൾക്കുന്നൊരു ശബ്ദം ഇന്നൊരു വിടുതലിന്റെ ശബ്ദമാ. ഞാൻ ദൈവത്തിൽ നിന്നൊരു ദൂത് കേൾക്കുന്നു, എന്റെ ജനം വിടുവിക്കപ്പെടാൻ സമയമായി. അടുത്തിരിക്കുന്ന ആളെന്ന് തൊട്ട് വെച്ച് പറ, നീ വിടുവിക്കപ്പെടാൻ സമയമായെന്ന് പറ. ഒരു വിശ്വാസം പറ. ഞാൻ ഒരു ആത്മീക വെളിപ്പാട് പറയാം. അല്പ ദിവസത്തിനകത്ത് നിനക്ക് ലഭിക്കുന്ന വിടുതൽ നിനക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്തതായിരിക്കും. ഇന്ന് പ്രവചിക്കുന്ന സെക്ഷനാ. നിനക്ക് ദൈവം തരുന്ന വിടുതല് യേശുവിന്റെ നാമത്തിൽ നിനക്ക് പോലും, ഞാൻ പ്രവചിക്കാം, നിനക്ക് പോലും നിന്റെ ബുദ്ധിമുട്ട് തീർക്കാൻ കഴിയുന്ന ഒരുവൻ ഇറങ്ങി വരികയാ. എന്റെ ദൈവമോ നിന്റെ കൃപ 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 കൃപ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ആ വിടുതലൊന്ന് സ്വീകരിച്ച്. ചില രോഗത്തിൽ നിന്നുള്ള വിടുതല്, ചില കുരുക്കി യേശുവിന്റെ നാമത്തില്. ഞാൻ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവത്തിന് സ്തോത്രം. ഒരു മീൻ വലയിൽ കുടുങ്ങുന്ന പോലെ നീ കുടുങ്ങിക്കടന്നാലും ജീസസ് നിന്റെ കുടുക്കഴിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ടെന്ന്. യേശുവിന്റെ നാമത്തില് ഒരു മത്സ്യം വലയിൽ അകപ്പെടുന്നത് പോലെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഒരിക്കലും അഴിയാത്ത കുടുക്ക് കർത്താവ് ഇന്ന് അഴിച്ചോണ്ട് വരട്ടെ. ഒരിക്കലും അഴിയാത്ത കുടുക്ക്. നെയിം ഓഫ് ജീസസ്, നെയിം ഓഫ് ജീസസ്. ഞാൻ ആ വെളിപ്പാട് കണ്ടോണ്ടാ പ്രസംഗിക്കുന്നേ. ആ ബാക്കി 1 മിനിറ്റ് ഒന്ന് കണ്ടുപിടിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭാപ്രസംഗി 9:12 ആ വാക്യം അടിവരയിടണം. ഇന്നൊരു വിടുതൽ നടക്കാൻ പോവുക. ജീസസ് പെട്ടെന്ന് കയറി വരികയാണ് ദൂത്. മനുഷ്യൻ തന്റെ കാലം അറിയുന്നില്ലല്ലോ, മനുഷ്യൻ തന്റെ കാലം അറിയുന്നില്ലല്ലോ. വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെ പോലെയും, വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യത്തെ പോലെയും, കെണിയിൽ അകപ്പെടുന്ന പക്ഷികളെ പോലെയും, കെണിയിൽ അകപ്പെടുന്ന പക്ഷിയെ പോലെയും മനുഷ്യർക്ക് പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്ത് കെണിയിൽ, ദുഷ്കാലത്തിന്റെ കെണിയിൽ കുടുങ്ങിപ്പോകുന്നു. ഇന്നത് പൊട്ടാൻ പോവാന്ന്
ഒരാമി വല്ലാത്ത വലയില് എന്ന് പറഞ്ഞാൽ അഴിക്കും തോറും കുരുങ്ങും, അഴിക്കും തോറും കുരുങ്ങും, അഴിക്കും തോറും കുരുങ്ങും. ആമി ബൈബിളിൽ ഒരു വാക്യമുണ്ട്, മാൻ നായാട്ടുകാരുടെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്ന പോലെ നീ നിന്നെ തന്നെ. ഓ ഹല്ലേലൂയ. ഞാൻ കാണുന്ന ഒരു കാഴ്ച, ആരോ കിടന്ന് പിടയ്ക്കുന്നു, ഒരു വലയ്ക്കകത്ത് മീൻ പിടയ്ക്കുന്ന പോലെ. പക്ഷെ ഇന്ന് ദൈവാത്മാവ് പറയും, ആ ദുഷ്കാലത്തിൽ നിന്ന് നിന്നെ വെളിയിലെടുക്കാൻ പോവാ. ഇനിയും നീ അങ്ങനെ ആകത്തില്ല, നിന്റെ വിടുതൽ അടുത്തിരിക്കുന്നു. ഓ, മനസ്സിലാകുന്ന ഭാഗത്തേക്ക് നമുക്കൊന്ന് വരാം. ഒന്നുകൂടെ കൈ കൊടുത്ത് പറ, നിനക്കൊരു വിടുതലുണ്ടെന്ന് പറ. ചിരിച്ചോണ്ട് പറ, നിനക്കൊരു വിടുതലുണ്ട്. ഓ ഹല്ലേലൂയ. അവിടെ പൗലോസ് പറയുന്ന ഒരു ഭാഗം പറഞ്ഞ് ഞാൻ ദൂതിലോട്ട് വരാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിരാശ കയറി പിടിച്ച് അന്നേരം പൗലോസ് എന്ത് ചെയ്യുന്നറിയാമോ? അവൻ കർത്താവിൽ ആശ്രയിക്കാൻ തുടങ്ങി. എന്തോ ചെയ്തു? കർത്താവില്. ഞാനൊരു വെളിപ്പാട് പറയാം, നിരാശ നിന്നെ പിടിക്കാൻ വരുമ്പോൾ കേറി കർത്താവിൽ ആശ്രയിച്ചോളം. ഓ ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയാ, ദുർവർത്തമാനം നിമിത്തം എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുന്നു. ദുർവർത്തമാന നിമിത്തം എൻ്റെ ഹൃദയം. എന്നിട്ട് പൗലോസ് പറയുന്ന പദമായി നീ ധ്യാനിക്കാൻ പോകുന്നത്, അവ എത്ര നേരം പറയാൻ പറ്റുന്നില്ല. അവ ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. ആമി അടുത്ത വാക്യം, വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത പദം, മേലാലും വിടുവിക്കും. 3 ദൂതിനെ തൊടുമ്പോൾ ഒരിക്കൽ നിന്നെ വിടുവിച്ചു. എന്നോട് ദൈവത്തിന് ഈ ദിവസങ്ങളിൽ നിനക്കൊരു വിടുതലുണ്ട്. ആ വിടുവിച്ച വിഷയത്തെ പിന്നെയും വിടുവിച്ചോണ്ടിരിക്കും. അടുത്ത ദൂത്, മേലാലും. ഓ താങ്ക് യു ലോർഡ്. അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ച് പറ, ദൈവം നിന്നെ വിടുവിച്ചു, വിടുവിച്ചുകൊണ്ടിരിക്കുന്നു, മേലാലും വിടുവിക്കും. ഹല്ലേലൂയ. ഇന്ന് ഇവിടുന്ന് പോയാലും ഈ ദൂത് നിന്റെ അകത്ത് കത്തിക്കൊണ്ടിരിക്കണം. ആരാധിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുക, നിന്നെ അവൻ വിടുവിക്കാൻ പോകുകയാ, അവൻ വിടുവിച്ചുകൊണ്ടിരിക്കുക. ഇനിയും നിനക്ക്. ഓ, റോമർക്കെഴുതിയ ലേഖനത്തിൽ വാക്യമുണ്ട്, വാക്യം വായിപ്പിക്കുന്നില്ല. വിടുവിക്കുന്നവന്റെ കരം സിയോനിൽ നിന്ന് വെളിപ്പെട്ടു വരും. ഓ ആമി, ഞാനൊരു വെളിപ്പാട് പറയാം. നിന്നെ വിടുവിക്കുന്നത് മനുഷ്യകരമല്ല. അല്ല, എത്ര പേർക്ക് വിശ്വാസമുണ്ട്? മാനുഷികമല്ലാത്തൊരു കരം. ലോർഡ്, ആർക്കൊക്കെയോ വരുത്താൻ പോകുന്ന വിപത്ത്, അത് നിന്നെ തൊടുന്നതിന് മുമ്പ് അവന് ഒരു കരം നിന്നെ വിടുവിക്കാൻ പോവാ. ഓ യേശുവിൻ്റെ നാമത്തില്. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്ന ഒരു സംഭവം, ഒരിക്കൽ ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫാമിലി മുമ്പിലിരുന്ന് പ്രസംഗം കേൾക്കുക. അപ്പോൾ എൻ്റെ കൺമുമ്പിൽ ഒരു കാഴ്ച കണ്ടു. അവർ ഹസ്ബൻഡും വൈഫും അടുത്തടുത്തിരിക്കുക. അവരെ രണ്ടുപേരും കൂടെ ചേർത്ത വലിപ്പമുള്ള ഒരു കൈ അവരുടെ മുമ്പിൽ വന്നു നിന്നു. എന്നിട്ട് ആ കയ്യില് ഒരു കൊച്ചു കുഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ഞാൻ വിഷണി കണ്ടു. ജീസസ്. ഞാൻ അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തി, അവരെ മുമ്പോട്ട് കൊണ്ടുവന്നു. ജീസസ്. ആമി, ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കാത്ത പ്രശ്നമുണ്ടോ? അവർ പറഞ്ഞു, എൻ്റെ ഭാര്യ 7 പ്രാവശ്യം പ്രഗ്നൻ്റായി. 3-ാം മാസം, 4-ാം മാസം, 3-ാം മാസം, 5-ാം മാസം എല്ലാം മരിച്ച കുഞ്ഞിനെ പ്രസവിക്കും. സ്തോത്രം. ഡോക്ടർമാർ പറഞ്ഞു, ഇനി ശ്രമിക്കരുത്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞു, ഇന്ന് നിങ്ങളെ ദൈവം വിടുവിക്കാൻ പോവാ, നിങ്ങൾക്കൊരു കുഞ്ഞിനെ ദാനം തരാൻ പോവാ. ഞാനൊരു കാര്യം, അന്നേരം കുഞ്ഞുണ്ടായപ്പം മരിച്ചു പോകാൻ മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ച കുറേ കാരണങ്ങൾ ഇവിടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, നിങ്ങളെ വിടുവിച്ചെന്ന് വചനം പറയുന്നു. നോക്കിയേ, 1 വർഷം കഴിഞ്ഞപ്പോൾ, 1 വർഷം 5 മാസം കഴിഞ്ഞപ്പോൾ, ഞാൻ ഇന്ന് ഓർക്കുക, അവരൊരു കുഞ്ഞുമായിട്ട് എൻ്റെ അടുക്കൽ വന്നു. അവരെന്നോട് പറഞ്ഞു, കഴിഞ്ഞ 7 പ്രാവശ്യം ഓരോ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു ബലഹീനതയും ഈ കുഞ്ഞിൻ്റെ ജനനത്തിൽ ഉണ്ടായില്ല. ഞാനൊരു ദൂത് പറയാം, വിടുവിക്കുന്നവൻ്റെ കരം സിയോനിൽ നിന്ന് വെളിപ്പെട്ടു വരും. ഇന്ന് ഈ ദൂത് ആശീർവാദം പറയുന്നതിന് മുമ്പ് ആരോടോ ദൈവാത്മാവ് പറയാം, നിന്റെ വിടുതലിന്റെ സമയമായി, നിന്റെ കഷ്ടകാലം. കൃപ. എത്ര പേരത് ഏറ്റെടുക്കും? എവിടൊക്കെയോ ഭയങ്കര വിടുതലിന്റെ ധ്വനി ഞാൻ ആത്മാവിൽ കേൾക്കുക. എവിടൊക്കെയോ വലിയ വിടുതലിന്റെ ധ്വനി. എത്ര പേരുടെ ഉള്ളിൽ ആ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയുണ്ട്. ഇന്നലെ രാത്രി കൂടെ നിന്നെ അലട്ടിയ പ്രോബ്ലം ഈ ദിവസങ്ങളിൽ നിനക്ക് വിടുതലാവും. ഞാൻ പ്രവചിക്കുക, വിടുതലാവും. അതിനെന്തോ വേണമെന്ന് 3 വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. കർത്താവിന് സ്തോത്രം.
അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, വിടിവിക്കപ്പെടാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചേ. ആഗ്രഹമുണ്ടോ? 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 ആ റെഡ് ടീഷർട്ട് ഇട്ട കണ്ണാടി വെച്ച ബ്രദർ ഒന്ന് കൈവക്കാവോ? ആ റെഡ് ടീഷർട്ട് ഇട്ട കണ്ണാടി വെച്ച ബ്രദർ. ബ്രദറെ, നിങ്ങളുടെ അടുക്കൽ യേശു വന്ന് നിൽക്കുന്നു. എനിക്കിവിടെ നിന്നുകൊണ്ട് നിങ്ങളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. ലോഡ്, എന്നോട് കർത്താവിൻ്റെ ആത്മാവ് ഒരു കാര്യം പറയുന്നു. ലോഡ്, ഒരമ്മ ഒരു കുഞ്ഞിൻ്റെ കൈക്ക് പിടിച്ചോണ്ട് കുഞ്ഞിന് കയറാൻ പറ്റാത്ത സ്റ്റെപ്പ് കയറുന്ന പോലെ ഈ ദിവസങ്ങളിൽ ദൈവം നിന്റെ കൈക്ക് പിടിച്ചോണ്ട് നിനക്ക് കയറാൻ വയ്യാത്ത ചില സ്റ്റെപ്പുകൾ നിന്നെ കയറ്റാൻ പോവാ. ലോഡ്, നിന്റെ ലൈഫ് എത്തേണ്ട കറക്റ്റ് സ്ഥലത്ത് എത്താനുള്ള ദൈവ പദ്ധതി ഇന്ന് നിന്റെ മേൽ രൂപപ്പെടുക. ലോഡ്, നിന്റെ കൂടാരത്തിനകത്ത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ടാകത്തക്ക രീതിയിൽ ചില മറുപടി വെളിപ്പെടാൻ പോവാ. നീ ആഗ്രഹിച്ച പലതും ബ്ലോക്കായി കിടക്കുക. ഇന്നത്തെ ദിവസം അതിനെ റിലീസാക്കാൻ പരിശുദ്ധാത്മാവ് നിന്റെ ചാരെ നിൽക്കുന്ന വെളിപ്പാട് നിനക്ക് ദൈവം വിടുവിച്ച് ഈ വർഷം തീരുന്നതിന് മുമ്പ് നിനക്കൊരു വിടുതലുണ്ട്. ആ വിടുതൽ കഴിയുമ്പോൾ കുതിച്ചു പായുന്നൊരു സ്പീഡ് ബോട്ട് പോലെ ലോഡ് നിന്റെ ലൈഫിൽ പിന്നൊരു കുതിച്ചു ചാട്ടമുണ്ട്. ഒറ്റയ്ക്കേ വന്നിട്ടുള്ള കുടുംബമുണ്ട്. ദയവായി ഒന്ന് എഴുന്നേറ്റ് നിന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ കൈ ചലിക്കാൻ പോവുക. വാക്തത്വങ്ങൾ എന്നെ ദൈവാത്മാവ് കാണിക്കുക. ലോഡ്, ഒരു നദി, ഒരു കിണർ നിറഞ്ഞ് വെള്ളം വെളിയിലേക്ക് ഒഴുകാൻ കൊതിക്കുന്ന പോലെ വാക്തത്വം നിങ്ങളുടെ അകത്തുനിന്ന് വെളി വരാൻ സമയമാവുക. ലോഡ്, വാക്തത്വം സംബന്ധിച്ച് ഒരു വിടുതൽ നിന്റെ കുടുംബത്തിന് സംഭവിക്കാൻ പോവാ. വാക്തത്വം ലോഡ്, ഒരു മിനിറ്റ് അവിടെ നിന്ന് പ്രാർത്ഥിക്കണം. എന്തോ ഒരു വിടുതലിൻ്റെ ശബ്ദം ഞാൻ ആത്മാവിൽ കേൾക്കുകയാ. ഒരു വീടിനകത്ത് ചില ദിവസങ്ങളായി കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരു വ്യക്തിയെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് രാത്രി ഉറങ്ങാൻ കഴിയാതെ ദേഹമെല്ലാം ചുട്ടുപഴുത്ത് പൊള്ളുന്ന അനുഭവമുള്ള ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരാളെ കാണുക. ഇപ്പം എഴുന്നേറ്റ് നിന്നാൽ നിനക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, ആ ഇരുട്ട് നിന്റെ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ നിന്റെ കുടുംബത്തിന് വിടുതല. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊന്ന് ഇറങ്ങാൻ പോവാ. എന്നോട് ദൈവാത്മാവ് പറയുന്നു, വിടുവിക്കപ്പെടുവാൻ സമയമായി. ഞാൻ ചെയ്യുമ്പോൾ കർത്താവ് ഒരു ഫാമിലിയുടെ ടെസ്റ്റ് മണി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇവർ വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായി. ഇവർക്ക് 2 കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വഹിപ്പാൻ കൃപ തന്നു. പക്ഷെ 2ഉം ഇല്ലായ്മപ്പെട്ടു പോയി. ഇന്ന് ഇവർക്കൊരു വിടുതൽ ഉണ്ടാകാൻ പോവാ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് ഒന്നും തെറ്റത്തില്ല. വിടുവിക്കുന്നവന്റെ കരം മുഴുവൻ പേരും കൈ സ്വർഗസ്ഥ പിതാവേ, മക്കളെ യഹോവ നൽകുന്ന ദാനമാണല്ലോ. സന്തതികൾ വെളിപ്പെടുവാൻ തടസ്സമായി ഇവരുടെ ലൈഫിൽ വിടുതലില്ലാതെ നിൽക്കുന്ന ആ വിഷയത്തിനകത്ത് ഒരു വിടുതലിന്റെ ധ്വനി മുഴങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ബ്രദറെ, വിടുവിക്കുന്നവന്റെ കരം സിയോനിൽ നിന്ന് വെളിപ്പെട്ടു വരും. നിങ്ങൾക്ക് അത് ലഭിക്കുന്നതോടെ നിങ്ങളുടെ ജീവിതം മറ്റൊരു ലെവലിലേക്ക് മാറും. അതുകൊണ്ട് നിങ്ങളെ അലട്ടുന്ന എല്ലാ നിരാശകളെയും ഇന്നത്തെ പ്രാർത്ഥനയെ ക്യാൻസൽ ചെയ്യുക. നിങ്ങളുടെ അകത്ത് ജീവനുള്ള പ്രത്യാശ. എന്നെ ഭയങ്കരമായ കാഴ്ച പരിശുദ്ധാത്മാവ് കാണിക്കുക. ലോർഡ്, 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 എവിടോ ഞാൻ ആത്മാവിൽ കാണുക ഒരു വാതിൽ തള്ളി തുറന്നു വരുന്ന പോലെ ചില വിടുതൽ. Yeshua, Yeshua.
ദിവസങ്ങളായി ഉറങ്ങാൻ കഴിയാതെ വീടിനകത്ത് ദേഹമെല്ലാം പുകഞ്ഞുകൂടി അസ്വസ്ഥതയാൽ ഭാരപ്പെടുക. ശരിയാണോ? ഇന്ന് നിന്റെ വീട്ടിൽ ദൈവദൂതന്മാർ ഇറങ്ങുക. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നു, ആരുടെ മുമ്പിൽ ചില രാജ്യം അടഞ്ഞുപോയി, ഇന്ന് ആ രാജ്യം പ്രവചിച്ചു തുറന്നു. നിനക്ക് മുമ്പിൽ അടഞ്ഞുപോയ രാജ്യങ്ങൾ വെളിപ്പാടാ ഞാൻ പറയുന്നേ. ലോർഡ്, ലോർഡ്, ഇത് കയ്യടി യോഗമല്ല, അഭിഷേകം ഇറങ്ങുന്ന കൃപ വ്യാപരിക്കട്ടെ. കൃപ. യെസ്, ഹോളി സ്പിരിറ്റ്. രാജ്യം അടഞ്ഞുപോയവർ, ചില കുടുംബ ബന്ധങ്ങളെ വെട്ടിമുറിക്കാൻ ശത്രുവെടുത്ത ആയുധം ഇന്ന് ദൈവം തിരിച്ച് ആയുധം എടുത്ത സ്ഥാനത്ത് വെപ്പി. കുടുംബ ജീവിതം ഇന്ന് വിടുതലാന്നേ. നിന്റെ വിടുതലിനെതിരെ നിൽക്കുന്ന തടസ്സം, ചില പേപ്പറുകളുടെ മേൽ വിടുതല്, ചില വിധികളുടെ മേൽ യേശുവേ, ആരോഗ്യത്തിന്മേൽ വിടുതല്, തളർന്നു പോയ കൈ, ആ റെഡ്, ആ സിസ്റ്റർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ആ സിസ്റ്റർ, മോളല്ല, സിസ്റ്റർ എന്നെ ശ്രദ്ധിക്കുക. ഞാൻ ഒരു കാഴ്ച കാണുക. നിങ്ങളുടെ തലയുടെ, നമ്മൾ ഈ മുടി രണ്ടായിട്ട് തിരിക്കുന്ന തലയുടെ നടുക്ക് പകുപ്പെടുക്കുന്ന സ്ഥലം മുതൽ നിങ്ങളുടെ വലത് കൈയുടെ ആ ഒരു സൈഡ് മുഴുവൻ ഒരു വലിയ ഈച്ചക്കൂട്ടം വന്ന് പറ്റിക്കിടന്നിട്ട് നിങ്ങളുടെ ആ സൈഡ് കാണാനില്ല, മുഴുവൻ ഈച്ചപ്പറ്റമാണ്. കാരണം നിങ്ങൾക്ക് ആ ഉച്ചി തൊട്ട് ആ വലത് കൈ തൊട്ട് താഴെ വരെ ഒരു വല്ലാത്ത അസ്വസ്ഥത കുറച്ച് മാസങ്ങളായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശരിയാണോ? ശരി. ആ സൈഡ് വെച്ച് നിങ്ങൾക്ക് കിടക്കാൻ പറ്റത്തില്ല, ആ സൈഡ് ഇങ്ങനെ കൈ വെക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഉച്ചി തൊട്ട് ഇരുന്ന് വിങ്ങുവാ നിങ്ങൾക്ക്. ആമേ, അത് രോഗമല്ല, അവർ തേനീച്ച പോലെ ചുറ്റി വളഞ്ഞു, മുൾത്തി പോലെ കെട്ടുപോയി. യേശുവിന്റെ നാമത്തിൽ വീണ്ടും എന്നെ കാണിക്കാം. ഒരു രാജ്യം അടഞ്ഞു പോയ, ഇനി ഒരിക്കലും ആ രാജ്യത്ത് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ഒരാൾ ഇരിപ്പുണ്ട്. അപ്പൊ ഇന്നും നിന്റെ വിടുതല. നിനക്ക് മുമ്പിൽ ആ രാജ്യം അടഞ്ഞുപോയി. പണ്ട് എന്റെ മുമ്പിൽ ഒരു രാജ്യം അടഞ്ഞു പോയായിരുന്നു. 1-2 വർഷമല്ല, നീണ്ട 12 വർഷം. ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ദൈവം പറഞ്ഞു, പ്രാർത്ഥനാ മുറി പറഞ്ഞു, ആ വാതിൽ ഞാൻ തുറക്കുവാന്ന് പറഞ്ഞു. ലോർഡ്, ആ വാതിൽ ദൈവം തുറന്നോണ്ട് പിറ്റേ മാസം ഞാൻ ആ രാജ്യത്ത് കാലുകുത്തി. ഞാൻ ഇന്നൊരു ധൈര്യം പറയാം, ആരോടെയോ മുമ്പിൽ ജോലി സംബന്ധമായി ഒരു രാജ്യം അടഞ്ഞു പോയ ഒരാൾ ഇരിപ്പുണ്ട്. ജീസസ്, ഇന്ന് നിന്നോട് ദൈവം സംസാരിക്കുക. ജീസസ്, ലൈവിലൂടെ ദൂത് കേൾക്കുന്നവരോട് പറയാ, അടഞ്ഞു പോയ രാജ്യങ്ങൾ ഓപ്പൺ ആകുക. മറക്കരുത്, വിടുതൽ നടക്കുക. ആ മോൾ എഴുന്നേറ്റ് നിന്നേ, ആ മോൾ എഴുന്നേറ്റ് നിന്നേ. നിന്റെ അടുക്കൽ യേശു വന്ന് നിൽക്കുക. കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് നിന്റെ ഭാവിയുടെ മുമ്പിൽ ഒരു വെളിച്ചം വീശുക. അടഞ്ഞതെല്ലാം നിനക്ക് മുമ്പിൽ തുറന്നു വരാൻ പോവുക.
നിന്റെ പേര് ഭൂമിയിലെ മഹാന്മാരുടെ പേര്. ആന്റി ഒരു മിനിറ്റ് എഴുന്നേറ്റിരിക്കാം. പാസ്റ്റർ എന്നോട് വന്ന് പറഞ്ഞു, 1 മാസമായിട്ട് ഈ ആന്റി ഈ അസുഖത്തിന് ആയുർവേദ ഹോസ്പിറ്റലിൽ കിടന്ന് ട്രീറ്റ് ചെയ്യുവായിരുന്നു. ശരിയല്ലയോ ജീസസ്? ഇപ്പൊ ഞാൻ എഴുന്നേപ്പിച്ചപ്പോ എന്തേലും സംഭവിച്ചോ? ഇതെന്നോട് കരുണ കാണിച്ചു. ഞാൻ കുറച്ചു നാളായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ജീസസ്, എന്നോട് കർത്താവിന്റെ ആത്മാ പറഞ്ഞു, ഇനിയും നിനക്ക് ഈ രോഗം ഉണ്ടാകത്തില്ല. ഇന്ന് പൂർണ്ണമായ വിടുതല്. കണ്ടോ, ദൈവം ഒരു വ്യക്തിയെ തൊട്ടാൽ. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവല്ലായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എന്നോട് കർത്താവ് പറഞ്ഞു, ഒരാളെ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. പ്രസംഗം എന്തായിരുന്നാൽ ഇരുമ്പഴികൾക്കകത്തുനിന്ന് വിടുതൽ നടക്കുമെന്നായിരുന്നു. ആ പുള്ളി എഴുന്നേറ്റ് നിന്ന് അലറിക്കരഞ്ഞപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 2 ആഴ്ച മുമ്പ് നോർത്ത് ഇന്ത്യയിൽ ഒരു സഭയ്ക്കകത്ത് യോഗം നടക്കുമ്പോൾ സുവിശേഷ വിരോധികൾ വന്നു കയറി അദ്ദേഹത്തെയും പാസ്റ്ററേയും സ്നേഹിതനെ അറസ്റ്റ് ചെയ്തു. പുള്ളി ജയിലിൽ കിടക്കുമായിരുന്നു 1 ആഴ്ച. കടന്നിട്ട് സ്തോത്രം മനസ്സൊന്ന് ശാന്തമാകാൻ വേണ്ടി നാട്ടിൽ വന്ന് ഒരു യോഗത്തിൽ വന്ന് കയറിയതാ. തമ്പുരാൻ തൊട്ടു. അപ്പൊ ഞാനൊരു ആ മീറ്റിംഗിൽ അന്നേരം 1000 പേര് ഇരിപ്പുണ്ട്. ആരെയും തൊട്ടില്ല, ഇരുമ്പഴിക്കകത്ത് കടന്നവനെ മാത്രം തൊട്ടു. ഞാൻ എന്താ ഇവിടെ പറയാൻ പോകുന്നത്? ആവശ്യക്കാരനെ തിരിച്ചറിഞ്ഞ് തൊടുന്നവനാ. നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച ഒരു വിടുതൽ നടക്കും. എങ്ങനെയും I worship you, Lord, I worship you. ഞാൻ കാണുക പാസ്പോർട്ടിൽ ഇനി ആ രാജ്യത്ത് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് സീലടിച്ച ഒരാൾക്ക് ലോർഡ് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് വേറൊരു വഴി ഓപ്പണായി വരാൻ പോവാ. വേറൊരു വഴി യേശുവിന്റെ നാമത്തില് ഞാൻ വീണ്ടും പറയാം, വിടുവിക്കുന്നവന്റെ കരം സിയോനിൽ നിന്ന് യോഗം കഴിയുമ്പോ എന്റെ പാസ്പോർട്ട് സീലടിച്ചെന്ന് പറഞ്ഞ് എന്റെ അടുക്ക വരരുത്. ജീസസ്, ഒരു ഓപ്പണിംഗ് ഉണ്ടാകാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകാൻ പോവാ. വിചാരിക്കാത്ത വിടുതലുകൾ നടക്കാൻ പോവാ. ദൈവത്തിന് സ്തോത്രം. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, നിനക്കൊരു വിടുതൽ ഉടനെ ഉണ്ടെന്ന് പറ. പ്രവചിക്ക്. അടുത്തിരിക്കുന്ന ആളെ നോക്കി എന്തോ ചെയ്യ, പ്രവചിക്ക്. സഭ പ്രവചിക്ക്. പ്രവചിക്ക, ഒരു വിടുതൽ ഉടനെ ഉണ്ട്. എന്നെ ദൈവം ഒരു കാഴ്ച കാണുക. ചുരുട്ടി വെച്ച പായ നിവർത്തുന്ന പോലെ ഇന്നലകളിൽ നിന്നെ ചുരുട്ടി കെട്ടിയതെല്ലാം something happened. Something happened. Yes. Hallelujah. സ്പർശിക്കപ്പെടാൻ പോവാ. നിന്റെ വിടുതലിന്റെ സമയമായി. നിന്നോട് വെല്ലുവിളിച്ച പിശാച് നിന്റെ മുമ്പിൽ ലജ്ജിക്കാൻ സമയമായി. ചില പേപ്പറുകളിൽ വിടുതല. ഞാൻ ആ പുറകിൽ എഴുന്നേൽപ്പിച്ച മോളോട് ഞാൻ പ്രവചിക്കുക, നിന്റെ വിടുതലിന്റെ സമയമായി.
വർഷങ്ങളായി വിടുതൽ കിട്ടാത്ത നിന്റെ വിഷയത്തിനകത്ത് തൂത് കാണുന്നവരോടും പറയാം, വർഷങ്ങളായി വിടുതൽ കിട്ടാത്ത വിഷയത്തിൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടാൻ പോവാ. ഓ യേശുവിന്റെ അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ നിങ്ങൾ വരുന്നത് ഒരു വിടുതലിന്റെ സാക്ഷ്യം. യാക്കോബ് ഇസ്രായേലായതുപോലെ, യാക്കോബ് ഇസ്രായേലായതുപോലെ. യെസ്, ചില വീട്ടിൽ വലിയ വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. യേശു നിന്റെ കുഞ്ഞിന്റെ ഫ്യൂച്ചറിനെ ഞാൻ വീണ്ടും കാണുക, ചുരുട്ടി വെച്ച പായ നിവർത്തുന്ന പോലെ. ആരോടും തുറന്നു പറയാൻ കഴിയാത്ത, മറ്റാരോട് ഷെയർ ചെയ്യാൻ കഴിയാത്ത ആ വിഷയത്തിനകത്തൊരു വിടുതലുണ്ട്. അതിന് ഒറ്റ കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 22-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം, യഹോവയിങ്കൽ നിന്നെ തന്നെ സമർപ്പിക്ക, അവൻ 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 അവനെ രക്ഷിക്കട്ടെ, അവൻ അവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. 22-ാം സങ്കീർത്തനം 8-ാം വാക്യം. ഒന്ന് ശ്രദ്ധിച്ച്, യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കാം. അടുത്തിരിക്കുന്ന ആളത്തോട് ചേട്ടാ, യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കാൻ പറ. അവരവർ സമർപ്പിക്കപ്പെടണം. എന്നോട് ദൈവത്തിന്റെ ആത്മാ പറയുക, നിന്റെ സമർപ്പണത്തിന്റെ പിമ്പിൽ ഒരു വിടുതലുണ്ട്. ഒരു ആമീൻ പറഞ്ഞാട്ട്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ചിലരോട് ആത്മാ പറയാം, നിന്റെ സമർപ്പണത്തിന്റെ പിമ്പിൽ ഒരു വിടുതലുണ്ട്. ഈ ശരീരത്തിൽ നിന്ന് ചില രോഗശക്തികൾ ഒഴിഞ്ഞു പോകുന്നു. ചില ശരീരങ്ങളിൽ രോഗാത്മാവിനെ കുത്തി നിറച്ച് എന്നും നിന്നെ ദണ്ണിപ്പിക്കുന്ന ആ കെട്ട് ഇന്ന് പൊട്ടു. യേശുവിന്റെ നാമത്തില് ശരീരത്തെ മുഴകളുള്ളവർ ഇപ്പൊ ഹീലാവുക. നിന്റെ മുഴയുള്ള ഭാഗത്ത് നീ പരിശോധിച്ച് നോക്കൂ. ഇപ്പോൾ ആ മുഴ അവിടെ ഇല്ല. യേശുവിന്റെ നാമത്തിലെ സൗഖ്യം നിന്റെ ശരീരത്തെ ഇപ്പോൾ. ഇനി ഞാനൊരു പ്രധാന കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം, എന്നെ ശ്രദ്ധിക്കണം. അപ്പം വിടുവിക്കപ്പെടാൻ എന്ത് വേണം? ഒരു സമർപ്പണം വേണം. ദൈവത്തിന്റെ സ്തോത്രം. ഈ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അത് തുടങ്ങിയ എപ്പോൾ തീരുമെന്ന് അറിയത്തില്ല. ദൈവം പറഞ്ഞേക്കുന്നൊരു വാക്യമാ, ഞാൻ വിടുവിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ വിടുവിക്കാൻ, മോശയോടാ പറഞ്ഞേ, എൻ്റെ ജനത്തെ വിടുവിക്കാൻ ഞാൻ എന്ത് ചെയ്തേക്കുക? ഇറങ്ങി വന്ന്. ആ ദൂത ഇന്ന് നിങ്ങളോട് പറഞ്ഞ, നിന്നെ വിടുവിക്കാൻ ദൈവം ഇറങ്ങി വന്നിരിക്കുക. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, ദൈവം ഇറങ്ങി വന്നൊരു വിടുതൽ വേണമെന്ന് ചോദിച്ചേ. പാസ്റ്റർക്ക് ദൈവം ഇറങ്ങി വന്ന്, അനിപ്പാസ്റ്റർ സൈലന്റാ, ജോഷി പാസ്റ്റർ സൈലന്റാ, എല്ലാ പാസ്റ്റർമാരും സൈലന്റാ, എല്ലാ വിശ്വാസിയും സൈലന്റാ. പക്ഷേ വിടുവിക്കാൻ ദൈവം ഇറങ്ങി വരും. ആ പദം പറഞ്ഞ് ഞാൻ നിർത്താൻ പോവാ. വിടുവിക്കാൻ ദൈവം, നിന്നെ വിടുവിക്കാൻ. ഈ ദിവസങ്ങളിൽ നീ ലൈവായിട്ട് ചിലത് കാണുവാണ്. നിന്റെ ചില വിഷയത്തിൽ ഒരു അദൃശ്യ കൈ ഇറങ്ങിയിട്ട്, ഓ കൃപ വ്യാപരിച്ചു തുടങ്ങണം. ഒരു അദൃശ്യ കൈ ഇറങ്ങിയിട്ട് അത് നിന്റെ കുടുംബത്തിന് വിടുതലായി മാറാൻ പോവാ. ഞാനൊരു 2 വെളിപ്പാട് പറയാം. ജീസസ് നിന്നെ ഏറെ ഭാരപ്പെടുത്തിയ വിഷയം മഞ്ഞ് ഉരുകി ഒഴുകി പോകുന്ന പോലെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴുകിപ്പോ. ഞാൻ ആ മഞ്ഞിന്റെ കാര്യമൊക്കെ ആദ്യം പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നി, ഞാൻ പ്രസംഗിക്കുന്ന ദൂതുമായിട്ട് ബന്ധമില്ലാതെ എന്തുവാ ഇപ്പോൾ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു. എൻ്റെ ജലത്തിന്റെ പ്രോബ്ലങ്ങൾ, പ്രശ്നങ്ങൾ മഞ്ഞ് ഉരുകി ഒഴുകി പോകുന്ന പോലെ എൻ്റെ ജനത്തിന്റെ മുമ്പിൽ നിന്ന് ഒഴുകിപ്പോ. ഓ
ഹല്ലേലൂയ. എനിക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമായി ഇഷ്ടം. ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമായി ഇഷ്ടം. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നിനക്ക് ചില സീല് പതിപ്പിച്ച പേപ്പർ നിന്റെ കയ്യിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവുക. നിനക്ക് വിടുതലായി എന്ന വാർത്ത. എന്നോട് ദൈവം പറയാ, സാത്താൻ മുദ്ര വെച്ച ചില വിഷയത്തിൽ ഞാൻ ഇറങ്ങും. ചില കുഞ്ഞുങ്ങൾക്ക് തലമുറയോട് ബന്ധപ്പെട്ട്, ഭാവിയോട് ബന്ധപ്പെട്ട്, യാത്രയോട് ബന്ധപ്പെട്ട് ശത്രു സീല് വെച്ചതല്ലോ. ഒറ്റ പദമേ ഞാനിന്ന് പറയുന്നുള്ളൂ, നീ വിടുവിക്കപ്പെടാൻ. ചിലരുടെ ആത്മീക ജീവിതത്തെ മാസങ്ങളായി ശത്രു തകർത്തോണ്ടിരിക്കുക. ഞാനൊരിക്കല് കൊയറ് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ആരും പേരൊന്നും പറഞ്ഞു, ഒരു പെങ്കൊച്ചിനോട് ഞാൻ പറഞ്ഞു, അവളുടെ അമ്മയെ വിളിച്ചു പറഞ്ഞു, കൊച്ചിനെ സൂക്ഷിച്ചോണോ എന്ന് പറഞ്ഞു. അതെന്നാ കാര്യമെന്ന് ചോദിച്ചു പാസ്റ്റർ. ഞാൻ പറഞ്ഞു, കാര്യം ഞാൻ പറയത്തില്ല, കൊച്ചിനെ സൂക്ഷിച്ചോണം. കാരണം കൊച്ചിനെ സാത്താൻ പിടിച്ചിട്ടുണ്ട്. മൂന്നാം ദിവസം കേട്ട വാർത്ത എന്നെ വിഷമിപ്പിച്ച വാർത്തയാ. അത്ര ഞാൻ പറഞ്ഞു നിർത്തുക. ഒരു ദൂത് നിന്നോട് ഞാൻ തുറന്നു പറയാം. ലോർഡ്, കൃപയിൽ നിൽക്കുന്ന നിന്റെ സന്തതിയെ ബന്ധിക്കാൻ ശത്രു പ്ലാനിട്ടാൽ ആ വിടുതൽ നീ ഏറ്റെടുക്കണം. നിന്നെ തൊടുക ദൈവം. യേശുവാരിലും വലിയവൻ. നന്ദി കർത്താവേ. യെസ്, യേശു യേശു യേശുവാരിലും മതിയായവൻ. ഒന്നുകൂടെ പാടണം. പക്ഷെ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനൊരു വെളിപ്പാട് പറയാം. നിനക്ക് സംഭവിച്ച ചില കാര്യത്തിൽ ചിലർ ഉള്ളിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ ചിരി വാടും. കാരണം നീ വിടുവിക്കപ്പെടും. പണ്ടത്തെ പോലൊരു നല്ല കാലം എനിക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ നിർത്താൻ പറ്റാത്ത, എനിക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഇവിടുന്ന് എങ്ങും പോകാതെ ഫുൾ ടൈം ഇവിടെ ശുശ്രൂഷിക്കും. അങ്ങനെ ഒരു ലെവലിലോട്ട് ഞാൻ കൊണ്ടുവരാൻ പോവാ ചർച്ച. നീ വിടുവിക്കപ്പെട്ട ഇവിടുന്ന് പോകാവൂ. ചില സൺഡേ 12:30 ഒന്നുമല്ല, ചിലപ്പോ 1:30 2 അതിന്റെ കാരണം ഒരു റിവൈവൽ. നൽകുമെൻ ആവശ്യങ്ങൾ. യഹോവ ശമ്മ കൂടെയിരിക്കും. നൽകുമെൻ ആവശ്യങ്ങൾ. യേശു മാത്രം, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. എന്റെ ഉള്ളിൽ ലഭിക്കുന്ന വലിയ ബോധ്യം, വിടുതൽ നിന്റെ അടുക്കൽ നിൽക്കുക. ഇന്നൊരൊറ്റ സമർപ്പണം. യഹോവയിങ്കൽ നിന്നെ തന്നെ യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ടൊന്ന് കെട്ട് ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞുകൊണ്ട് പോകണം, ഉടനെ എനിക്കൊരു വിടുതലുണ്ട്. പക്ഷേ ഒരു അത്ഭുതം എനിക്കൊന്ന് കൈതാ. ഞാനിപ്പോ ഒരു ശബ്ദം കേൾക്കുക. ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾക്കൊരു വിടുതലുണ്ടെന്ന്. ദൈവം അവിടെ നിന്ന് എന്നോട് പറയാം നിനക്കൊരു വിടുതലുണ്ടെന്ന്. മനസ്സിലായോ ഹമി? ഞാൻ ഇത്രയും നേരം ഇത് നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ദൈവം ഡയറക്റ്റ് ഓപ്പോസിറ്റ് നിന്ന് പറയുക, സേഫാനോസ് ആത്മാവി നിറഞ്ഞപ്പോ കണ്ടു യേശു എഴുന്നേറ്റ് നിൽക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പ്രസംഗം നിർത്തുക. വിശ്വാസമുണ്ടോ നിനക്കൊരു വിടുതൽ നടക്കുമെന്ന്? നിന്റെ പ്രോപ്പർട്ടി സംബന്ധമായി, വസ്തു സംബന്ധമായി കുരുക്ക് വീണ വിഷയത്തിൽ ചില വലക്കകത്തകപ്പെട്ട മത്സ്യത്തെ വിടുവിക്കുന്ന പോലെ, കണി പൊട്ടി വഴുതി പോരുന്ന പോലെ നിന്റെ വിടുതൽ ഉടനെ. ഞാൻ എന്നും പ്രസംഗിക്കുന്ന ആളാ. എന്നോട് കർത്താവ് പറഞ്ഞു ഒരു വിടുതലായെന്ന്.
എൻ്റെ ജനത്തിന് വിടുതലാവുക. അല്പ ദിവസം എല്ലാവരും വിചാരിച്ചു നീ ഒതുങ്ങിപ്പോയെന്ന്. നോ നോ നോ, നീ ഒതുങ്ങിയിട്ടില്ല. നിനക്കൊരു വിടുതൽ വരാൻ പോവുക. ചിലർ നിന്നെ ഒതുക്കാൻ ശ്രമിച്ചു, പക്ഷെ അവരുടെ മുമ്പിൽ ഒരു വിടുതലിന്റെ ശബ്ദം ഞാൻ കേൾക്കുക.